പുറത്തൊക്കെയുള്ള ലീഗുകളുണ്ടല്ലോ, ഇപ്പൊ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആകട്ടെ, ലാ ലീഗ് ആകട്ടെ, അങ്ങനെ എന്തോ അവിടുത്തെ സെക്കൻഡ് ഡിവിഷനോ തേർഡ് ഡിവിഷനോ ഫോർത്ത് ഡിവിഷനോ ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടേക്ക് എപ്പോഴും സ്റ്റേഡിയം ഫിൽ ആയിരിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ കളിയുടെ സമയത്ത് സ്റ്റേഡിയം ഫില്ലാകാതെ വരുമ്പോഴുള്ള ചർച്ചകളൊക്കെ ഇത് പറയുമ്പോൾ എല്ലാവരും പറയും അവർക്ക് ആ ഒരു കൾച്ചറുണ്ട്, ഫുട്ബോൾ കൾച്ചറുണ്ട്, ആ ഒരു കൾച്ചർ ഇവിടെ എത്തിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തെറ്റായി പോയി. SLK നോക്കൂ, നമുക്ക് ആ കൾച്ചറുണ്ട്, നമുക്ക് ആ കൾച്ചറുണ്ട്. നമ്മുടെ ആ കൾച്ചറാണ് നമ്മൾ ഇന്ന് SLKയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം SLKയിലെ ഫാനിസം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചുമ്മാ ആരും മറ്റേ പഞ്ചായത്തോടെ കാണാൻ വന്നിരിക്കുന്ന പോലെയല്ല നമ്മൾ കാണുന്നില്ലേ, സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നുണ്ട്. അതായത് പക്ക പ്രീമിയർ ലീഗിലൊക്കെ അല്ലെങ്കിൽ പുറത്തെ യൂറോപ്യൻ ലീഗുകളിലൊക്കെ എങ്ങനെയാണ് ഫാൻസ് മാച്ച് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അതേപടിയാണ് അവർ ചെയ്യുന്നത്. ബസ് വരുമ്പോൾ, ടീം ബസ് വരുമ്പോൾ ഉള്ള പരിപാടി, ഫ്ലയർ, ടീമിനെ എന്താ ഇവര് വെൽക്കം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒപ്പോണന്റ് വരുമ്പോഴത്തേക്ക് അവരെ ഹരാസ് ചെയ്യുന്നു, അങ്ങനെയുള്ള പരിപാടി. അവരെ വരുമ്പോഴേ അവരെ പേടിപ്പിക്കുന്നു, അവരെ ചാൻഡിങ് ഒക്കെ വേറെ ലെവല്. അതേപോലെ ഫാൻസ് തമ്മിൽ ക്ലാഷ്, ഇതൊക്കെ ഒരു ക്വാളിറ്റി ഫാൻസ് ബേസിന്റെ പ്രത്യേകതകളാണ് ഇതൊക്കെ. നമ്മൾ അത് വഴക്കാണ്, പ്രശ്നമാണ്, അങ്ങനൊന്നും അല്ല, ഇതാണ് സ്പോർട്സ് പറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട്, ഫുട്ബോളിനെ പറ്റി പ്രത്യേകിച്ചൊന്നും അറിയാത്തത് കൊണ്ടാണ്. പക്ഷെ ഇതാണ് യഥാർത്ഥ ഫാനിസം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നത് എന്താ പറയാ, ഭയങ്കര ഫാൻസ് ഫൈറ്റ് ഒക്കെ, ഭയങ്കര ഫാൻസ് ഫൈറ്റും തമ്മിൽ വെല്ലുവിളി. ശരിക്കുമുള്ള ഫുട്ബോൾ ഫാൻസ് എന്ന് പറഞ്ഞ ഇതാണ്. ശരിക്കും നമ്മൾ SLKയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ലോകോത്തര നിലവാരത്തിലുള്ള ഫാൻ ബേസ് നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്.